രാജീവരുടെ ജാമ്യ നീക്കത്തെ എതിർത്ത് SIT. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ തന്ത്രിക്കും കുടുംബത്തിനുമായി 2.5 കോടിയുടെ നിക്ഷേപമുണ്ട്. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഏറെ ദുരൂഹതയുണ്ടെന്നും SIT കോടതിയിൽ വാദിച്ചു. കൊടിമര പുനർനിർമ്മാണ വിവാദം അന്വേഷിക്കാൻ വിജിലൻസിന്റെ പ്രത്യേക സംഘത്തെ ഇതിനിടെ നിയോഗിച്ചു. DYSP ഹരിദാസനാണ് അന്വേഷണ ചുമതല. വിവരങ്ങളുമായി VV വിനോദ്. വളരെ നിർണായകമായ ഒരു ചുവടുവെപ്പാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എത്രത്തോളം നിർണായകമാണ്? ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വാദം നടന്നത്. വാദം പൂർത്തിയായിട്ടുണ്ട്. 18-നായിരിക്കും വിധി പറയുക. ഈ വാദം നടക്കുമ്പോഴാണ് SIT ശക്തമായ വാദങ്ങൾ തന്ത്രിയുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് മുന്നോട്ട് വെച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ കുന്നത്തുകളത്തിൽ ചിട്ടി ഫണ്ട്സ് എന്ന സ്ഥാപനത്തിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് 2.5 കോടിയുടെ നിക്ഷേപമുണ്ട്. ഭാര്യയ്ക്ക് 62 ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ട്. ഇത്തരത്തിൽ മറ്റ് ചില നിക്ഷേപങ്ങൾ കൂടിയുണ്ട് എന്ന സൂചനകളും SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ന് ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹതയുണ്ട് എന്ന കാര്യം തുടക്കം മുതൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുകയാണ്. അത് വാദമായി വരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2004 മുതൽ പോറ്റിയുമായി ബന്ധമുണ്ടെന്ന കാര്യം. ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അത്തരം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വളരെ മുൻപ് തന്നെ തന്ത്രി ഇത്തരം ഇടപാടുകൾ നടത്തിയിരുന്നു എന്ന ഒരു കാര്യം കൂടി ഇന്ന് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റൊന്ന് വിജിലൻസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടതാണ്. ശബരിമല സ്വർണ്ണ കൊടിമര മാറ്റവുമായി അവിടെ സ്വർണം തട്ടിയെടുത്തു എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഹൈക്കോടതിയാണ് നിർദ്ദേശം നൽകിയത്. വിജിലൻസ് അന്വേഷണം കാര്യക്ഷമമായി നടത്തണമെന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് 1 പൂജപ്പുരയിലാണ് ഈ കേന്ദ്രമുള്ളത്. ആ യൂണിറ്റിനാണ് ഇപ്പോൾ അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. CS ഹരി DYSPയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം. അതോടൊപ്പം തന്നെ ഇൻസ്പെക്ടർമാരായ സജിശങ്കർ, രാജേഷ് കുമാർ, അജി ജി നാഥ് എന്നീ ഇൻസ്പെക്ടർമാർ കൂടി ഈ സംഘത്തിലുണ്ട്. അങ്ങനെ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് കൂടി വിജിലൻസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ പെട്ടെന്ന് നടപടി ഉണ്ടായിരിക്കുന്നു. ശ്രീജ, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.